തേവാരം കഴിഞ്ഞാൽ പതിവുള്ളൊരു സാധനം ഉണ്ടാകും. അതെന്താ? ആഹാരം. തേവാരം കഴിഞ്ഞാൽ അപ്പം തന്നെ ആഹാരം. കാരണം ഈ തേവാരത്തിന് നല്ല ക്ഷീണമാണ്. അത് ചെയ്യാത്ത ആളുകൾക്ക് അത് അതിൻ്റെ വൈഷമ്യം അറിയില്ല. അത് നല്ല ക്ഷീണമുള്ളതാ. ആഹാരത്തിനുള്ള വക എന്താ? എന്തെങ്കിലും ഉണ്ടാവാണ്ടിരിക്കില്ലല്ലോ. ഇപ്പോൾ മഹാരാജാവ് അതിനുള്ള വഴിയൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതായാലും എപ്പോഴാണ് ഇനി ആവുക, ആഹാരം ആവുക എന്നുള്ളതൊന്നും അറിയില്ല. ഒരു കാര്യം ചെയ്യാം, ഈ ആഹാരം ആവണത് വരെ ഇങ്ങനെ ഇരിക്കുക എന്നുള്ളതൊക്കെ കുറച്ച് വിഷമമാണ്. ഞാനൊന്ന് കുറച്ചു നേരം ഒന്ന് കിടക്കണം എന്നാ വിചാരിക്കണതാ. അതെ, അവിടെ ഇരിക്കേ. ഈ ആഹാരം അന്വേഷിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ആഹാരം ആകുമ്പോൾ ഇവിടെ അറിയും. എന്നാ ഒരു കാര്യം ഉണ്ടാ, ആഹാരം അങ്ങനെ കാലമായി കഴിഞ്ഞാൽ താൻ എന്നെ വിളിക്കണം കേട്ടോ. ഇതൊക്കെ പറഞ്ഞ ചുമതലപ്പെടുത്തി ഒരാളല്ല, അനവധി ആളെ വിളിക്കാൻ ചുമതലയുള്ള ആളാണ്. പറഞ്ഞു ഞാനൊന്ന് മയങ്ങണു എന്നുള്ളത്, അല്ലാണ്ട് ഉറങ്ങണമെന്നില്ല. അവിടെ കിടന്ന് പിറ്റേ ദിവസം വെളിച്ചായപ്പോ എണീറ്റപ്പോളാ ഇതെന്താ വെളിച്ചാൽ നേരത്തെ എണീക്കും. ഒന്നും കഴിക്കാണ്ടുള്ള കിടപ്പാ. ഈ വല്ലാണ്ട് ചെലുത്തിയിട്ട് കിടക്കുമ്പോഴാണ് എണീക്കാൻ വിഷമം. എണീറ്റപ്പോ എന്താണോ താൻ എന്താ ഇന്നലെ എന്നെ ആഹാരം കാലായ വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലേ? പറഞ്ഞായിരുന്നു. പറഞ്ഞാൽ തനിക്ക് വിളിച്ചൂടെ? പറഞ്ഞാൽ ഉടനെ വിളിക്കാൻ പറ്റില്ല. പിന്നെന്താ? ഇപ്പൊ തനിക്ക് കിട്ടിയപ്പോ താനതങ്ങോട്ട് ചെലുത്തി, എന്നിട്ട് താൻ അവിടെ കിടന്നുറങ്ങി ഇല്ലേ? എടാ കേവാ, അല്ല ഞാൻ വിളിച്ചില്ല. അതെന്താ വിളിക്കാനിടോ? വിളിക്കാനത് എന്താ വെച്ചാൽ താൻ ആഹാരം കാലാകുമ്പോ വിളിക്കണമെന്നല്ലേ പറഞ്ഞത്? ആഹാരം കാലായില്ല, അതുകൊണ്ടാ വിളിക്കാനിടോ. ആഹാരം കാലായില്ലേ? ഇവിടെ ആഹാരത്തിന്റെ കഥയൊന്നുമില്ല. അങ്ങനെയാ. ഞാൻ പിറ്റേ ദിവസം ആദ്യമായി യാത്ര തുടങ്ങി. ഇങ്ങനെ 1-2 ദിവസം കൂടെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാ